ഹലോ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? അതെ, ചിക്കൻ കഴുകിയ വെള്ളമാണ്. സാധാരണയായി ഞാനിത് നല്ലോണം നേർപ്പിച്ചിട്ട് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്കാണ് കൊടുക്കാറ്. ചട്ടിയിൽ നിൽക്കുന്ന ചെടികൾക്ക് ഞാൻ കൊടുക്കുന്നത് കുറവാണ്. പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ച് എല്ലാ ചെടികൾക്കും അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഓർക്കിഡ് പ്ലാന്റ് ആണ്. ഒരു സ്പ്രെയറിലാക്കി സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ എൻ്റെ മടി കാരണം ഞാനതൊരു മഗ്ഗിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അടിനേത്തിനൊക്കെ നിൽക്കട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചിട്ട് അതിനൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് റോസ് പ്ലാന്റിന് ഇത് ഈ ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ നല്ലതാണെന്നുള്ളത്. ഇതിൽ അയൺ കണ്ടൻറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ചെടികൾക്ക് നല്ലതാണോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല ബാക്ടീരിയാസും ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. അത് മണ്ണിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ശരിക്കും ചെടികളെ വേരിൽ കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് അല്ലേ ഉണ്ടാവുന്നത് അല്ലേ? ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും. അതുമാത്രമല്ല ഇതിൻ്റെയും ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രൂക്ഷ ഗന്ധം ഉണ്ടാവും. ആ ദുർഗന്ധം കാരണം തന്നെ പല കീടങ്ങളും വന്നിട്ട് ചെടികളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസും കുറച്ചും കൂടി കൂടുതലാണ്. ശരി, നമ്മളിപ്പോൾ ഒരു വൈകിട്ടൊക്കെ ഇത് നനച്ചു കൊടുക്കുന്നതാണെങ്കിൽ പരിസരത്തൊന്നും നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ എന്താണ് പറയുക, അത് ചെടിക്ക് ദോഷകരമായിട്ടല്ലേ ബാധിക്കുന്നത് അല്ലേ? ആ രീതിയിലൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലുമേ ഞാനങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകണില്ല. ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചെടി നശിച്ചു പോവുകയാണെങ്കിലേ നമുക്ക് അന്നേരം നോക്കാം അല്ലേ? ഓക്കെ അല്ലേ?